ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലും നമുക്ക് ഇത്രയും പേർക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുവാനായിട്ട് ദൈവം സാവകാശം നൽകി എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഗിരിപ്രഭാഷണത്തെ അധികരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായൊരു പാഠം ആരംഭിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. ആ പാഠത്തിൻ്റെ തലക്കെട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒരു ചെറിയ വ്യത്യാസം ആ തലക്കെട്ടിന് ഓർപ്പിക്കുന്നു. ആരാണ് ഭാഗ്യവാന്മാർ എന്നാണ് നമ്മൾ തലക്കെട്ട് എഴുതിയത്. അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തണമെന്ന് ഓർപ്പിക്കുന്നു. ആരാണ് ഭാഗ്യവാൻ എന്ന ഏകവചനം അതിൻ്റെ തലക്കെട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വ്യാകരണപരമായിട്ട് അതായിരിക്കും കൂടുതൽ ശരി എന്ന് വിചാരിക്കുകയാണ്. ആ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ ആദ്യത്തെ ഭാഗ്യവാനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നാം രണ്ടാമത്തെ ഭാഗ്യവാനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗ്യവർണ്ണന മിക്കവാറും പേർക്ക് മനഃപ്പാഠം അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ വാക്യം വേറിട്ട് വായിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ് രണ്ടാമത്തെ ഭാഗ്യവാനെ നാം കാണുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തതുപോലെ നമ്മുടെ കർത്താവിൻ്റെ ഈ ഭാഗ്യവർണ്ണന ഒറ്റ കേൾവിയിൽ നമുക്ക് ഒരു വ്യത്യസ്തത തോന്നാനുള്ളതായ സാധ്യതയുള്ളതാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ ഈ സത്യങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിക്കുവാൻ ഇടയായിട്ട് തീരുന്നു എന്ന് വരികിൽ ഈ വചനത്തിൻ്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഞാൻ ഈ വാക്യം വായിക്കാനും ചിന്തിക്കാനും തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വലിയ ചോദ്യമുണ്ട്. നിങ്ങളുടെ മനസ്സിലും അത് വന്ന് കാണുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് ദൈവവചനം പൊതുവെ നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. യെശയ്യാ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് വളരെ പരിചയമുള്ളതായൊരു മനോഹരമായ സത്യമുണ്ട്. രക്ഷയുടെ ഉറവിൽ നിന്ന് എങ്ങനെ കോരുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സന്തോഷത്തോടെ കോരും. അതൊരു വലിയ ആത്മീക സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല ദുഃഖങ്ങളുടെ കാരണങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ട് എന്നിരിക്കുന്നു. നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആ രക്ഷയുടെ മഹത്വം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ മറ്റെല്ലാ ദുഃഖങ്ങളെയും മറികടക്കുന്ന സന്തോഷം ഒരു ദൈവ പൈതലിന് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായ കാര്യം നാം സാധാരണ ചിന്തിക്കാറുണ്ട്. അത് വളരെ ശരിയുമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പ്രയോഗം വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ലേഖനം വന്നു കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആരെങ്കിലും മനസ്സിലൊരു ലേഖനം, പുതിയ മറ്റുള്ളൊരു ലേഖനം വന്നോ? ഫിലിപ്പ് ലേഖനത്തിൽ സന്തോഷിപ്പിൽ എന്നുള്ളതായ കൽപ്പന അനേക വട്ടം ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അതിനുള്ള പ്രബോധനമാണ് ദൈവത്തിൻ്റെ ദാസൻ നൽകുന്നത്.
അതിലൊരു വാക്യം ഞാനൊന്ന് പരാമർശിച്ചു പോവുകയാണ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പലവട്ടം ഈ പ്രബോധനം കൊടുത്തിട്ട് പൗലോസ് അവിടെ പറയുന്നു, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേഖനത്തിൽ അനേക വട്ടം സന്തോഷിപ്പിൽ എന്നുള്ളതായ പ്രബോധനം ആവർത്തന വിരസത കൂടാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ മറുവശം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി വന്ന് പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഈ വാക്യം പറഞ്ഞ ബന്ധത്തിൽ ഒരു പ്രബോധന വാചകം ഞാൻ ചേർത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എവിടെ കിടന്നാണ് ഈ സന്തോഷിപ്പിൻ എന്നുള്ളതായ പ്രബോധനം നൽകുന്നത്? കാരാഗ്രഹത്തിൽ കിടന്നാണ്. ആ നാളുകളിലെ കാരാഗ്രഹം എന്നൊക്കെ പറയുന്നത് വളരെ കഠിനമായ സ്ഥാനങ്ങളായിരുന്നു, ഈ കാലത്തുള്ളതുപോലെ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ പരിപരുത്ത ഒരു ജീവിത സാഹചര്യത്തിൽ ആ ദൈവത്തിൻ്റെ ദാസൻ ആയിരിക്കുമ്പോഴും അദ്ദേഹത്തോടാണ് പറയേണ്ടത്, പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും സന്തോഷമായിരിക്കണം കേട്ടോ എന്ന് ആർക്കെങ്കിലും പറയാൻ അവസരമുണ്ടെങ്കിൽ പറയേണ്ടത് അദ്ദേഹത്തോടാണ്. പക്ഷേ ആവർത്തിച്ച് ഈ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ആ ദൈവദാസൻ സ്വതന്ത്രരായി പുറമെ ജീവിക്കുന്ന ഫിലിപ്പിലുള്ള വിശ്വാസികൾക്ക് എഴുതുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ആവർത്തന വിരസത കൂടാതെ പറയുകയാണ്. പിന്നെയും പറയുന്നതിൽ എനിക്ക് മടുപ്പില്ല എന്ന് പറഞ്ഞാണ് ആ പ്രബോധനം നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഒരു വാക്കവിടെ ചേർത്ത് ഓർപ്പിക്കുന്നു. അവിടെ സന്തോഷിക്കാൻ പറയുമ്പോൾ ഒരു വിശേഷണം അതിന് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കാം, കർത്താവിൽ സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ സന്തോഷം കർത്താവിലാണെങ്കിൽ ആ സന്തോഷം വേറെ ഒരു കാരണങ്ങൾ കൊണ്ടും നഷ്ടപ്പെടുകയില്ല. അത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ്. എനിക്കുള്ള സന്തോഷം എൻ്റെ കയ്യിലുള്ള സമ്പത്തിലാണെങ്കിൽ സമ്പത്ത് കുറയുമ്പോൾ എൻ്റെ സന്തോഷവും കുറഞ്ഞു പോകുവാൻ ഇടയായിട്ട് തീരും. എനിക്ക് അതിനുള്ള ശാരീരികമായ ക്ഷേമത്തിലാണ് ഞാൻ സന്തോഷിക്കുന്നതെങ്കിൽ രോഗത്തിന് നടുവിൽ സന്തോഷിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഞാനിവിടെ വിശദീകരണം കൂടാതെ ഓർപ്പിക്കുകയാണ്, നമുക്ക് കർത്താവിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കട്ടെ. മറ്റൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കർത്താവിൽ നാം അനുഭവിക്കുന്ന സന്തോഷമാണ് ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ സന്തോഷത്തിൽ നിലനിർത്തുവാൻ മുഖാന്തരമായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ ഒരു പരാമർശം കൂടി പറയുകയാണ്. നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കുന്നതിൻ്റെ ഉള്ളിൽ സ്നാനത്തെക്കുറിച്ച് പഠിച്ചായിരുന്നു. ചില ക്ലാസ്സുകൾ നമ്മളങ്ങനെ ചിന്തിക്കാനിടയായിട്ട് തീർന്നിരുന്നു. ഈ സ്നാനവും സന്തോഷവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ചില വാക്യങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഷണ്ണൻ സ്നാനപ്പെട്ടു, സ്നാനപ്പെടുത്തിയ ആളെ പിന്നെ കാണുന്നില്ല. പക്ഷേ ഷണ്ണൻ എങ്ങനെയാണ് തിരിച്ചു പോയത് എന്നവിടെ ഒരു വിശേഷണമുണ്ട്, ഓർക്കണ്ടല്ലോ അതില്ലേ. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. അപ്പോൾ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്തപ്പോൾ അത് തന്നെ എത്രത്തോളം സന്തോഷിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ സാന്ദർഭികമായിട്ട് ആ കാര്യം ഈ ചില വാക്യങ്ങളൊന്ന് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അവിടെ ഒരു സന്ദേശം ഞാൻ കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് വലിയൊരു നിയോഗമുണ്ട്. ആ വലിയ നിയോഗം എന്ന് പറയുന്നത്
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനായിട്ട് സാധിച്ചാൽ ആ അനുസരണവും നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കും എന്നുള്ളതായ കാതലായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. കാരാഗൃഹ പ്രമാണിയുടെ സ്നാനം നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയുള്ള 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. എന്താണ് ആ പ്രയോഗം? വീടടക്കം അവർ ആനന്ദിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വേദപുസ്തകത്തിലെ പൊതുവെയുള്ളതായ സത്യങ്ങൾ സന്തോഷത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാതലായ സത്യം ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതായ ഒരു സഹപാഠി ഒരു വിശ്വാസിയെ ബസ്സിൽ വെച്ച് കൂടെ കാണാറുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഒരു വിശ്വാസിയാണെങ്കിലും എപ്പോഴും മുഖത്തൊരു ദുഃഖഭാവമാണല്ലോ, അതെന്താണ്? എന്നോട് ചോദിച്ചയാളുടെ വിശ്വാസിയല്ല, വേറൊരു വിശ്വാസിയെക്കുറിച്ച് അങ്ങനെ ചോദിക്കാനിടയായിട്ട് തീർന്നു. അത് എന്നെ വളരെ വേദനിപ്പിച്ചതായ ഒരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഞാൻ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് വിശദീകരിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുകയിൽ നമുക്ക് ഏത് പ്രതികൂലമായ സാഹചര്യത്തിനും സന്തോഷം നഷ്ടപ്പെടാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അവിടെ ഞാൻ കർത്താവിൻ്റെ ഈ വാക്കുകൾ പ്രാർത്ഥനാപൂർവ്വം വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ വാക്കിനെ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് കൊണ്ട് ഓർപ്പിക്കുകയാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ദുഃഖമായിരിക്കട്ടെ നമ്മുടെ മുഖത്തിൻ്റെ സ്ഥായിയായ ഭാവം എന്നുള്ളത് നമ്മൾ അങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് ആവശ്യമില്ല. എന്നാൽ നമ്മുടെ കർത്താവ് വളരെ പ്രധാനപ്പെട്ടതായ ഒരു വലിയ ആത്മീക സത്യമാണ് ഈ ഭാഗ്യ വർണ്ണനയിൽ വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഞാനത് ഒന്ന് വിശദീകരിക്കാനായിട്ട് പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കുകയാണ്. ഞാൻ ഈ വിശദീകരണം പറയുമ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹവും പ്രാർത്ഥനയുമുണ്ട്. കർത്താവേ, ഞാനിന്ന് രാത്രി പറയാൻ പോകുന്ന കാര്യം ദൈവമക്കൾക്ക് ഏറ്റവും നന്നായി മനസ്സിലാകണം എന്നുള്ളതായ വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണിത് പറയുന്നത്. എല്ലാ ക്ലാസ്സും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ വാചനം ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ആഴമായി കുറിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ വാചകം ഒന്നുകൂടെ പറയാം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. രണ്ടാം ഭാഗം എന്താണ്? അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മൾ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ദുഃഖിച്ചിട്ടുള്ള, വളരെ വിലപിച്ചിട്ടുള്ള ചില ആളുകൾ അസാധാരണമായിട്ടുള്ള ആശ്വാസവും അനുഭവിച്ചിട്ടുള്ള ധാരാളം ചരിത്രങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ഞാൻ ഇന്ന് പറയാം എന്ന് വിചാരിക്കുന്നത്. പ്രകാശനം കിട്ടുകയാണെങ്കിൽ വേറെ 1-2 കൂടെ പറയണമെന്നുള്ളതായൊരു വിചാരമുണ്ട്. അപ്പോൾ ഈ പഠനം ഒത്തിരി വിസ്തൃതമായി പോകരുതെന്നുള്ളതായ ഒരു ചിന്തയും മനസ്സിൽ ഉണ്ട്. നമുക്കറിയാം, നാം പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ വിജയകരമായി സാക്ഷ്യം വഹിച്ച ആളാണ്. ഫിലിപ്പ് ലേഖനം ആരാ എഴുതിയെന്ന് ഈ ക്ലാസ്സിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ ഫിലിപ്പിയർ 3 ഒന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. കർത്താവിൽ സന്തോഷിപ്പിനെന്ന് പ്രബോധിപ്പിക്കുന്നത് ഈ ദൈവദാസനാണ്. അത് 16 പ്രാവശ്യം ആ ലേഖനത്തിൽ ഈ പ്രയോഗം സന്തോഷിപ്പിനെന്നുള്ള പ്രയോഗം ആവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ
ഫിലിപ്പ്യർക്ക് എഴുതുന്ന ഈ ദൈവദാസൻ വളരെ വിലപിക്കുന്നതായ ഒരു വാക്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ വാക്യം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ്, വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ മഴയത്ത് ചോദിച്ച് ഉത്തരവൊക്കെ കിട്ടാനായിട്ട് താമസമാകൊണ്ട് ഞാൻ തന്നെയൊക്കെ പറയാം എന്ന് കരുതുകയാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെ വളരെ ആത്മാർത്ഥമായുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. വായിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം, എങ്കിലും നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് പോകാം എന്ന് കരുതുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അപ്പോൾ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു സാധാരണ വിലാപമല്ല. കാരണം തന്നെക്കുറിച്ച് തന്നെ ആ ദൈവദാസൻ പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അപ്പോൾ നമ്മളങ്ങനെ പറയാറില്ല. പക്ഷേ ഇവിടെ ഈ ദൈവദാസൻ ഒരു വിലാപമായി തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. ഇതുപോലെ പറഞ്ഞിട്ടുള്ള ഒരാൾ പഴയ നിയമത്തിലുണ്ട്. യെശയ്യാ പ്രവാചകൻ വേറെ ആളുകൾക്കൊക്കെ അയ്യോ കഷ്ടം എന്ന് ആ പ്രവചനം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളുടെ അർത്ഥം ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു തലം നമ്മളിവിടെ കാണുകയാണ്. പൗലോസും യെശയ്യാവും ഒക്കെ പറയുകയാണ്. പൗലോസ് പറയുന്ന വാക്ക്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അപ്പോൾ ഒരു അരിഷ്ട മനുഷ്യനെന്ന് തന്നെക്കുറിച്ച് തന്നെ കാണാനിടയായിട്ട് തീരുമ്പോൾ അത് ഒരു ദുഃഖത്തിൻ്റെ ഏറ്റവും ഉയർന്നൊരു ഭാവമായിട്ടാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. ഒരു വിലാപമായിട്ടാണ് അത് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഒത്തിരി വിശദീകരണം കൂടാതെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ അനുഭവിക്കുന്ന ആശ്വാസവും അവിടെ അടുത്ത വാക്കിൽ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതൊരു ജയാളിയുടെ വാക്കുകളാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ആ വാചകം എത്ര മനോഹരമായിട്ട് ഈ രണ്ട് വാക്യങ്ങളിൽ സമന്വയിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് വിലപിക്കുന്ന ദൈവദാസൻ 25-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരു ജയാളിയെപ്പോലെ സംസാരിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. താൻ വലിയ ആശ്വാസം ഉൾക്കൊള്ളാൻ ഇടയായിട്ട് തീരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ ഈ മനോഭാവത്തിലുള്ള അനുഗ്രഹമാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വന്നതായ കാര്യം, പൗലോസ് ഈ വാക്യത്തിൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് തൻ്റെ ദുഃഖത്തിൻ്റെ ഏറ്റവും തീവ്രമായ നില വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, എന്തുകൊണ്ടാണ് ഈ ദൈവദാസൻ അങ്ങനെ പറയാനിടയായിട്ട് തീർന്നത്? അതതിൻ്റെ മുൻ വാക്യങ്ങളിൽ വളരെ കൃത്യമായി വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അതെല്ലാം വളരെ സവിസ്തരം നമ്മളിപ്പോൾ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ചില സൂചനകൾ ഞാനൊന്ന് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സമയം ലാഭിക്കാനായിട്ട് ഞാൻ ആ വാക്യം ഞാൻ തന്നെ അങ്ങ് പറയാം എന്ന് കരുതുന്നു. 14-ാമത്തെ വാക്യം, 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ആ ദൈവദാസൻ പറയുന്നൊരു കാര്യമുണ്ട്.
ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. നമ്മുടെ വിചാരം പുതിയ നിയമത്തിലെ ഏറ്റവും ആത്മീകൻ ആരാണെന്നാണ്, പൗലോസാണെന്നാണ് നമ്മുടെ വിചാരം. അത് ശരിയുമാണ്. പക്ഷേ പൗലോസ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യവും തൻ്റെ ജീവിതത്തിൻ്റെ പരമാർത്ഥതയിൽ നിന്ന് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയാണ്, ഞാനോ ജഡമയൻ, പിന്നെ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്. അപ്പോൾ തൻ്റെ ഏറ്റവും ദയനീയമായ നിജസ്ഥിതിയെ ആ ദൈവദാസൻ കാണുന്നു, വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. ഈ 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വളരെ അറിയാവുന്നൊരു വാക്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം സൺഡേ സ്കൂൾ പാഠാവലിയിൽ മനഃപ്പാഠം പഠിക്കാനുള്ളത് കൊണ്ട് മിക്കവാറും പേർക്ക് ആ അധ്യായം മനഃപ്പാഠമായിരിക്കും. അവിടെ ജഡത്തെക്കുറിച്ചൊരു പരാമർശമുണ്ട്. എല്ലാവർക്കും മനഃപ്പാഠം അറിയാവുന്ന അധ്യായമല്ലേ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ അത്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം. അപ്പോൾ വളരെ ആത്മീകമായി ബലവാനാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ വാക്കുകൾ മാത്രം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം എന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ ജഡമയനാണ്, ജഡത്താലുള്ള ബലഹീനതയുള്ളവനാണ് എന്നുള്ളതായ കാര്യം ആ ദൈവദാസൻ ഏറ്റവും വിനയത്തോടു കൂടി സമ്മതിക്കുക. ഇനി റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ തനിക്കുള്ള അടിമത്വം അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് വേറെ വാക്യത്തിലും ആവർത്തിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം 17-ാം വാക്യം മാത്രം പറയാം. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പോൾ അവിടെ ആ ദൈവദാസൻ പറയുന്നത്, എനിക്ക് നന്മ ചെയ്യാനായിട്ട് ആ താല്പര്യമുണ്ട്, എൻ്റെ ആഗ്രഹം അതാണ്, പക്ഷേ എനിക്ക് അത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ എന്താ പ്രവർത്തിക്കുന്നത് എന്ന് 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ പ്രവർത്തിക്കുന്നത്? ആഗ്രഹിക്കാത്ത തിന്മ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ദൈവദാസൻ തൻ്റെ നിജസ്ഥിതിയെ ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ജഡമയനാണ്, പിന്നെ എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത് എന്നുള്ളത് എടുത്തു പറയുകയാണ്. ഇനി 19-ാമത്തെ വാക്യത്തിലൊരു പരാമർശമുണ്ട്. ഞാൻ ചെയ്യുന്നത് ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം ഇനി നിങ്ങൾക്ക് ഇതിനകത്തൊരു അപൂർണത തോന്നുന്നെങ്കിൽ വീട്ടിൽ ചെന്ന് റോമാലേഖനം 7-ാം അധ്യായം ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ അവിടെ ആ ദൈവദാസൻ തൻ്റെ പരിമിതികളും തൻ്റെ ഭാഗത്തുള്ള കുറവുകളും എത്രയോ കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ പൗലോസ് ഇങ്ങനെയാണ് പറയണമെങ്കിൽ പിന്നെ നമ്മളെന്നെ പറയേണ്ടത്? ഞാനിത് പകൽ ഈ വായന ധ്യാനിച്ചപ്പോൾ ഓർത്തു, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് താൻ എഴുതി തന്നിരിക്കുന്നത് എന്ന് വരികിൽ, നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാനുള്ളതായ ആവശ്യകതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നാം ഒരു വശത്ത് ഒത്തിരി ആത്മീകമായ അനുഗ്രഹങ്ങളും പദവികളും അനുഭവിക്കുമ്പോഴും നമ്മളുടെ ഈ ജഡത്തിൽ നമ്മൾ വളരെ ബലഹീനരാണ് എന്നുള്ളതായ കാര്യം നമുക്കെപ്പോഴും തിരിച്ചറിയുന്നവരായിട്ട് ജീവിക്കാം. ഞാൻ ഈ കാര്യം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരാനിടയായിട്ട് തീർന്നു. അങ്ങനെ ഓർമ്മയിൽ വന്നതെല്ലാം ഈ ക്ലാസ്സിൽ വിശദീകരിക്കാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറയാം. അസൂയ പാപമാണെന്ന്
എത്രയോ കൃത്യമായിട്ടറിയാം. പക്ഷേ എനിക്ക് ചില സന്ദർഭങ്ങളിൽ വളരെ ദുഃഖം തോന്നിയിട്ടുണ്ട്. ഒരാൾക്കൊരു വലിയ നന്മ ലഭിച്ചു എന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ചിലപ്പോൾ തോന്നുകയാണ്. അടുത്ത നിമിഷത്തിൽ ഞാൻ എന്തൊരു മോശപ്പെട്ട ഒരാളാണ് എന്ന് ചിന്തിക്കാറുമുണ്ട്. കാരണം റോമലേഖനം 12-ാം അധ്യായത്തിൽ എത്രയോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കരയുന്നവരോടുകൂടെ കരയണം, പിന്നെ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കണം. അപ്പോൾ അവിടെ അസൂയയ്ക്കൊരു സ്ഥാനമേ ഇല്ല. പക്ഷെ ഞാനതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓർപ്പിക്കുക. ഞാൻ പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുള്ളൊരു കാര്യമാകൊണ്ട് ഓർപ്പിക്കും. ഇതുപോലെ പല കാര്യങ്ങളും അഭിമുഖീകരിക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇത്രയും നാൾ വചനം പഠിച്ചിട്ട്, അത് പഠിപ്പിച്ചിട്ട്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട്, പല മേഖലകളും വിജയിക്കുന്നു എന്ന് വിചാരിക്കുന്നിടത്ത് ഇങ്ങനെയൊക്കെ ഉള്ളതായ പാപങ്ങളിൽ നമ്മൾ വളരെ പെട്ടെന്ന് അകപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ളത് നമുക്ക് വളരെ പരമാർത്ഥതയോടുകൂടി നമ്മെ പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് വിടുവിക്കപ്പെട്ട കുഴപ്പമില്ല കേട്ടോ. എച്ച് ആൻസൈഡ് എന്ന് പറയുന്ന ദേവദാസൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വരുന്നു എന്നുള്ളത് നിങ്ങളൊരു കൊടും പാപി ആയതുകൊണ്ടൊന്നുമല്ല, നിങ്ങളൊരു സാധാരണ മനുഷ്യനായതുകൊണ്ടാണ്. നിങ്ങൾ ഈ ജഡത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളതായ ചില പാപങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മിന്നി മറയുക എന്നുള്ളത് കേവലം സ്വാഭാവികമാണ്, ലാഘവമായിട്ട് എടുക്കണ്ട. പക്ഷേ നാം എത്രയോ നിസ്സാരന്മാരാണെന്നുള്ളതും പാപത്തിൻ്റെ പ്രമാണം നമ്മിൽ വസിക്കുന്നു എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാം. എനിക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഒരു ആശ്വാസമാണ്. കാരണം അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നത് ഒരു പക്ഷി നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകുന്ന പോലെയുള്ളൂ. അതിനെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ ഒത്തിരി ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതായ ചില പാപങ്ങൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വന്നു എന്ന് വരാം. അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത വാചകമുണ്ട് കേട്ടോ. അദ്ദേഹം പറയുന്നത്, ഈ പക്ഷി നിങ്ങളുടെ തലയിലിരുന്ന് കൂട് കൂട്ടാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. നമുക്കുള്ള കുഴപ്പം അതാണ്. അങ്ങനെ ഒരാളുടെ അസൂയുണ്ട്. പിന്നെ അവിടെ മുതൽ ശൗലിനെ പോലെ ഈ ആളുടെ അസൂയ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ ആൾക്ക് എതിരെയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുകയാണ്. അത് വിശ്വാസികളുടെ ഇടയിലും എന്തോ ഒരു വ്യാപകമായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അതാ പക്ഷി തലയിൽ കൂടുകൂട്ടുകയാണ്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഇങ്ങനെയുള്ള ചില പാപങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയണം, ഞാൻ അത്ര ആത്മീയനൊന്നുമല്ല. പിന്നെയോ പൗലോസിൻ്റെ വാക്കുകൾ ഞാനങ്ങ് എടുക്കുകയാണ്, ഞാനും ജഡമയൻ, പാപത്തിൻ്റെ പ്രമാണം എന്നിൽ വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ വലിയ തിരിച്ചറിവ് ദൈവാത്മാവ് നമുക്ക് നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൂടി ഒന്ന് ചേർത്ത് ഓർക്കാം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് നാം കൃപയിലേക്ക് വന്നവരും ഉന്നതമായ ആത്മീയ അനുഭവത്തിൽ ജീവിക്കുന്നവരുമാണ് എന്നിരിക്കൽ പോലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജഡത്തിൽ ഈ താഴ്ചയുണ്ട് എന്നുള്ളതായ, ഈ ബലഹീനതയുണ്ട് എന്നുള്ളതായ ആ തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ എപ്പോഴും വിനയപ്പെടാനായിട്ട് സാധിക്കട്ടെ. അനേക വർഷങ്ങളായി ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സത്യം കൂടെ ചേർത്ത് പറയുകയാണ്. നമ്മളെത്ര ആത്മീകന്മാരായാലും, ആത്മീകമായി എന്തോരം വളർന്നാലും, നമ്മുടെ ജഡം സൂക്ഷ്മതയില്ലാത്തൊരു സമയത്ത് ഉണരുവാനിടയായിട്ട് തീർന്നാൽ ഏതു പാപത്തിലും അകപ്പെടാൻ സാധ്യതയുള്ള ജഡമാണ്. അതിന് ധാരാളം തെളിവുകളുണ്ട്, വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. ഒത്തിരി വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എങ്കിലും ആ വാചകം ആർക്കും സംശയം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പിക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ പ്രശംസയായി പറഞ്ഞ ദാവീദിനെ കുറിച്ച് ഒരു വാക്ക് പറയും. എന്തോ ഒരു ഭക്തനായ മനുഷ്യൻ, ദൈവത്തിന് ബോധിച്ച പുരുഷൻ, യഹോവയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പക്ഷേ എന്തോ ഒരു സങ്കടകരമായ ചരിത്രമാണ്
2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നാം എപ്പോഴും പാപത്തിൻ്റെ പ്രമാണം നമ്മിൽ വസിക്കുന്നവരാണെന്നുള്ളതായ ആ ലളിതമായ തിരിച്ചറിവോടുകൂടി ജീവിക്കുവാനായിട്ട് കഴിയേണ്ടവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മിൽ വസിക്കുന്ന പാപത്തിൻ്റെ പ്രമാണത്തിൻ്റെ ഗൗരവവും ജഡത്തിൻ്റെ ബലഹീനതയും നമ്മിലുണ്ട് എന്നുള്ള തിരിച്ചറിവോട് കൂടി നമുക്ക് അതോർത്ത് ദുഃഖിക്കുവാനും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും സാധിക്കേണ്ടതാണ്. കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. സാധാരണ പലരും പറയാറുള്ളതായ ഒരു വാചകം ഞാനിവിടെ പറയുകയാണ്: നമ്മുടെ ദുഃഖങ്ങളെ പാഴാക്കരുത്. അങ്ങനെ സാധാരണ പറയാറുണ്ടല്ലോ. ദുഃഖങ്ങൾ അത് പാഴാക്കി കളയരുത്. ഈ ദുഃഖവും നമുക്കുണ്ടാകട്ടെ. ആ ദുഃഖത്താൽ നമുക്ക് ദൈവസന്നിധിയിൽ എപ്പോഴും വിനയപ്പെടാനായിട്ട് സാധിക്കട്ടെ. പൗലോസ് പറയുന്ന അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ വിനയത്തോടെ പറയാനായിട്ട് സാധിക്കട്ടെ. പക്ഷേ ആ ദുഃഖം നമ്മെ വളരെ പ്രധാനപ്പെട്ട ചില വിജയരഹസ്യങ്ങളിലേക്ക് വഴി നടത്തേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. അത് 2 കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയണം. സമയം ലഭിച്ചാൽ 2 കാര്യങ്ങൾ പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദുഃഖം ആശ്രയത്തിലേക്ക് നയിക്കേണ്ടുന്ന ദുഃഖമാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളതായ സത്യം നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനതയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ, ഞാൻ ജഡമയനാണെന്ന് തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അത് നിരാശയിലേക്കല്ല നയിക്കേണ്ടത്. പൗലോസിനെ അങ്ങനെയല്ലല്ലോ നയിച്ചത്. പിന്നെയോ അത് സ്തോത്രം ചെയ്യാവുന്ന വഴിയിലേക്ക് നയിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ ദുഃഖം നമ്മെ ആശ്രയത്തിലേക്ക് നയിക്കണം. 25-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഒരു വേറിട്ട മഹത്വം ഞാനിവിടെ പ്രാർത്ഥനാപൂർവ്വം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. എല്ലാവർക്കും മനപ്പാടം അറിയാവുന്ന വാക്യം, അതുകൊണ്ട് അത് വായിക്കണമെന്ന് നിർബന്ധമില്ല. യൂദയുടെ ലേഖനം 24-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് അവിടെ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളതായൊരു സത്യമുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ്. അപ്പം ഞാനിവിടെ ഓർപ്പിക്കട്ടെ, നമ്മൾ നമ്മുടെ പരാജയം കാണുമ്പോൾ, നമ്മുടെ നിജസ്ഥിതിയെ തിരിച്ചറിഞ്ഞ് അതോർത്ത് ദുഃഖിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ആ ദുഃഖവും ജയാളിയായ നമ്മുടെ കർത്താവിൽ ആശ്രയിക്കത്തക്കവണ്ണം മുഖാന്തരമായിട്ട് തീരണം. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ അത് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. യൂദ 25 പറയുന്നുണ്ട്, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ കർത്താവിൻ്റെ ആ മഹത്വം എത്രയോ മനോഹരമായിട്ട് 25-ാമത്തെ വാക്യത്തിൽ വിശദീകരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നാം നമ്മുടെ നിജസ്ഥിതിയെ കണ്ട് ദുഃഖിക്കുന്നവരായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ശക്തനാണ് എന്നുള്ളതായ വലിയ തിരിച്ചറിവോടെ നമുക്ക് നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കണം.
നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഞാൻ ഈ പ്രതിപാദനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓർപ്പിക്കട്ടെ. ഒരാൾ വിശുദ്ധിയോടെ ജീവിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട് ശക്തനായ കർത്താവിൽ ആഴമായി ആശ്രയിക്കുന്നതിലൂടെയാണ്. ഒരർത്ഥവ്യക്തതയ്ക്ക് ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ വചനത്തിലുള്ളതായ അറിവോ അതൊക്കെ സഹായകരമാകാം. നമ്മുടെ പാണ്ഡിത്യമോ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളോ ഇതൊന്നുമല്ല വിജയത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത്. പിന്നെയോ വീഴാതെ വണ്ണം എന്നെ സൂക്ഷിക്കുവാൻ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ കർത്താവിൽ ആശ്രയിക്കുകയാണ്. യൂദ പറയുന്നത് നമ്മുടെ കർത്താവ് നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ശക്തനാണ്. അപ്പം കർത്താവ് ശക്തനാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിന് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചൊരു ഉത്തരം പറയാം. എന്തിന് ശക്തനാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു സത്യമാണ്. എന്തിന് ശക്തനാണ്? ഉത്തരം പറയണം നിങ്ങളതിന്. വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ ശക്തനാണ്. അപ്പോൾ ഞാൻ ഈ കാര്യം ഇന്ന് പകൽ ധ്യാനിക്കുമ്പോൾ ഓർത്തു, ഒരാൾ വീണാലും കർത്താവ് താങ്ങുമില്ലേ? വീണാലും താങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഒരു സന്ദേശം കൈമാറാനായിട്ട് ശ്രമിക്കുകയാണ്. വീഴുക എന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കും. ഒരു വിശ്വാസി പാപത്തിൽ അകപ്പെട്ടു എന്നിരിക്കലും നിരാശപ്പെടേണ്ട. മുമ്പോട്ടുള്ള വഴിയുണ്ട്. 1-2 ഒന്നാം വാക്യം നമുക്കറിയാം. 1-2 അറിയാമല്ലോ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ട്. എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് നാം വീണു പോയാലും എഴുന്നേൽപ്പിക്കുന്നവനാണ് എന്നുള്ളതായ സത്യം നമ്മൾ കാണുകയാണ്. ആത്മീയതയിലൊരു പാട്ട് എൻ്റെ മനസ്സിൽ വന്നു. ഒരടി പാടിയാലോ? എത്ര ദയാപരൻ വീഴുന്നവർക്കേശു, എത്ര ദയാപരൻ വീഴുന്നവർക്കേശു, എത്ര നല്ല ഗുണവാൻ തേടിയിടുന്ന മർത്യഗണങ്ങൾക്കു താൻ, തേടിയിടുന്ന മർത്യഗണങ്ങൾക്കു താൻ. എന്ത് മനോഹരമായിട്ടാണ് ദേവദാസൻ അത് പറയുന്നത്. നമ്മുടെ കർത്താവ് വീഴുന്നവർക്ക് എത്ര ദയാപരനാണ്, യഥാസ്ഥാനപ്പെടുത്തും, നമ്മെ എഴുന്നേൽപ്പിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പക്ഷെ യൂദ പറയുന്നത് ഇതല്ല. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കാൻ ശക്തനാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും ഇത് മനസ്സിലാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. വീണ് നഷ്ടപ്പെടാവുന്ന സാക്ഷ്യമെല്ലാം നഷ്ടപ്പെടുത്തി കാര്യം പിന്നെ എഴുന്നേക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് രക്ഷിച്ചപ്പോൾ നമ്മെക്കുറിച്ചുള്ളതായ കർത്താവിൻ്റെ ആഗ്രഹം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം കഴിക്കുന്നത് നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും ഈ പ്രചോദനം ഉൾക്കൊള്ളാം. കർത്താവെ, വീഴാതെ സൂക്ഷിക്കണം. നമ്മൾ കൂടെ ചിന്തിക്കാറുള്ളതായ ഒരു പ്രബോധനം ഞാനിവിടെ ചേർത്ത് പറയുകയാണ്. വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ടതായ സ്ത്രീയെ കർത്താവ് പറഞ്ഞയക്കുമ്പോൾ കൊടുത്ത ഉപദേശം നമ്മൾ ഓർക്കാറുണ്ടല്ലോ. ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക്
ഈ ദൈവകൃപയിൽ ആശ്രയിച്ച് പാപത്തിൽ വീഴാതെ വണ്ണം വിജയകരമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. നമ്മളെ കൊണ്ട് തന്നെ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നിജസ്ഥിതി ഓർത്ത് വിനയപ്പെടാം, പാപത്തെ ഓർത്ത് ദുഃഖിക്കാം, നമ്മുടെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ആവർത്തന പുസ്തകം നമ്മൾ ചിന്തിച്ചപ്പോൾ ഓർക്കാനിടയായിട്ട് തീർന്നതുപോലെ നമുക്ക് നമ്മുടെ കർത്താവിനെ മുറുകെ പിടിച്ച് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. 1-2 വാക്യങ്ങൾ കൂടി പരിചയമുള്ളതാണെങ്കിലും ചേർത്ത് പറയണം. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ യൂദയുടെ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്ന ആ സത്യം ഒന്നുകൂടി വ്യക്തമായിട്ട് ആ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന വാക്യമാണ്, എങ്കിലൊന്ന് വായിച്ചോളൂ. 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. അപ്പോൾ അവിടെ ആ ഒടുവിലത്തെ വാക്ക് നോക്കണേ, അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനാണ്. അതുകൊണ്ട് ഒരു പാപി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോഴും ഈ വിശ്വാസമാണ് സ്വീകരിക്കുവാൻ പ്രചോദനമായിട്ട് തീരേണ്ടത്. ചില ആളുകളോടൊക്കെ സുവിശേഷം പറയുമ്പോൾ അവർ വളരെ പരമാർത്ഥമായി പറയാറുണ്ട്. കാര്യം നിങ്ങളീ പറയുന്നതുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കാം, പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് നാളെ മുതൽ ജീവിക്കാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ പറഞ്ഞുള്ള ചില ആളുകളുടെ മുഖം എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ പറയുന്നു നാളെ മുതൽ ഞാൻ ചെയ്യുന്ന തൊഴിൽ പാപം ചെയ്യാതെ ചെയ്യാവുന്ന ഒരു തൊഴിലല്ല, അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയൊന്നും ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ സന്ദേശം കേൾക്കുന്നവരാരെങ്കിലും ആ ആശങ്ക കൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഇതുവരെ കൈക്കൊള്ളുവാൻ കഴിയാത്തവരായിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനാണ്. അതുകൊണ്ട് അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ഈ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് പാപത്തിൽ വീഴാതെ വണ്ണം അവരെ സൂക്ഷിക്കുവാൻ കർത്താവ് പ്രാപ്തനാണെന്ന് എത്രയോ മനോഹരമായിട്ട് ചൂണ്ടിക്കാണിക്കുക. അതോട് ചേർത്ത് പറയേണ്ട ഒരു വാക്യം, എബ്രായർ ലേഖനത്തിലുള്ളൊരു വാക്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം. എബ്രായർ 4:16 വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ ശക്തനാകൊണ്ട് ഈ കർത്താവിനടുക്കിലേക്ക് അടുത്ത് ചെന്ന് ഈ കർത്താവിൽ ആശ്രയിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ വീഴാതെ വണ്ണം നമ്മുടെ കർത്താവ് നമ്മെ കൈപിടിച്ച് വിജയകരമായിട്ട് നടത്തും. നമുക്ക് വേണ്ടി മരിച്ചവൻ, അടക്കപ്പെട്ടവൻ, ഉയർത്തെഴുന്നേറ്റവൻ, സ്വർഗാരോഹണം ചെയ്തവൻ നമുക്കു വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാതം കഴിക്കുകയാണ്. അതുകൊണ്ട് എബ്രായർ 7:25 ആ പക്ഷവാത ശുശ്രൂഷയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ദൈവത്തോട് അടുത്തിരുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ, അടുത്ത വാക്ക് ഏതാണ്? സദാ ജീവിക്കുന്നവനാകുകയാണ്. സദാ ജീവിക്കുന്നവനാകുകയാണ്. നമ്മുടെ മഹാപുരൻ അങ്ങോട്ട് പോയി പിന്നെ അവിടെ സദാ ജീവിക്കുകയാണ്. ഇസ്രായേലിലെ മഹാപുരൻ ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്തൊന്ന് കയറും, ഭയപ്പെട്ട് തിരിച്ചിറങ്ങും. പക്ഷെ നമ്മുടെ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് വാസ്തവമായ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ട് സദാ ജീവിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പക്ഷവാത ശുശ്രൂഷയുടെ ഒരു സാമ്പിൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല. അടുത്ത വാചകം എന്താണ്? ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണം.
VP പൗലോസ് ദുഷ്ടൻ്റെ കയ്യിലകപ്പെട്ട് പാപത്തിൽ വീഴാതിരിക്കേണ്ടതിന് വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് എന്തൊരു പ്രചോദനമാണ്, എന്തൊരാവേശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗത്തുള്ള നമ്മുടെ ജഡത്തിലുള്ളതായ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ, അതിൻ്റെ ആ ജഡമയത്വത്തിൽ അതോർക്കാൻ നമുക്ക് ദുഃഖിക്കാം. പക്ഷേ നമ്മെ സൂക്ഷിപ്പാൻ ശക്തനായ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാനായിട്ട് സാധിക്കും എന്ന് വരികിൽ നമ്മുടെ കർത്താവ് തന്നെ നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കും. വിജയകരമായിട്ട് ജീവിക്കുവാൻ നമ്മെ ഒരുക്കും. അല്പം വിശദീകരണം പറയാനുണ്ട്, എങ്കിലും അങ്ങനെ നീട്ടാൻ പാടില്ലല്ലോ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് ലഭിക്കും? അവർക്ക് ആശ്വാസം ലഭിക്കും. ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് നമ്മുടെ കർത്താവിൽ ഒരു വ്യക്തി ആശ്രയിക്കുമ്പോൾ, വേറെ എല്ലാവരോടും എനിക്ക് പറയാനുണ്ട്, അത് ചേർത്ത് അടുത്ത ക്ലാസ്സിൽ പറയാം. ആശ്രയിക്കുമ്പോൾ, ദൈവം വിജയം നൽകുമ്പോൾ അനുഭവിക്കുന്ന ആശ്വാസം അത് വിശദീകരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ചില പാപങ്ങളുടെ വക്കിൽ നിൽക്കുമ്പോൾ ഞാൻ കർത്താവിൽ ആശ്രയിച്ച ചില സന്ദർഭങ്ങൾ ഓർമ്മയിൽ ഉണ്ട്. കാരണം ചില കാര്യങ്ങളൊക്കെ തെറ്റ് ചെയ്യാതെ ഈ കാര്യം നടക്കുകയില്ല എന്നൊക്കെയുള്ള വലിയ ഭീഷണിയുടെ മുമ്പിൽ അതിൻ്റെ വക്കിൽ നിന്ന ചില സന്ദർഭങ്ങൾ ഉണ്ട്. പക്ഷെ മനഃപൂർവ്വമായിട്ട് കൃപാസനത്തിൽ ചെല്ലാനും കർത്താവിനെ മുറുകെ പിടിക്കാനും ഇടയായിട്ട് തീർന്നപ്പോൾ ആ കാര്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തൊരാശ്വാസം. കർത്താവെ, സങ്കീർണമായി പരിശോധനയുടെ നടുവിൽ അവിടുന്ന് എന്ത് കൃപയാണ് നൽകിയത് എന്നോർത്ത് സന്തോഷിക്കുവാനും ആശ്വസിക്കുവാനും സാധിക്കാറുണ്ട്. എൻ്റെ ഉദാഹരണങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, ഇപ്പോൾ വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് അരുളി ചെയ്ത ഈ തിരുവായ്മൊഴി എന്ത് മനോഹരമാണ്. നമുക്ക് ദുഃഖിക്കുന്നവരായിരിക്കാം, നമ്മുടെ പാപത്തെയും പാപത്തിൻ്റെ ആ സാന്നിധ്യത്തെയും പാപം ചെയ്തു പോകാനുള്ള സാധ്യതയുള്ള ജഡത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതായ ആ തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ വിനയപ്പെടാൻ, ദുഃഖിക്കുവാൻ, നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുവാൻ, ജയാളികളായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ശേഷം ചില കാര്യങ്ങൾ കൂടി ഓർപ്പിക്കാനുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഓർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.